ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ് അവൽ ലഡു. ഇതും ഉണ്ടാക്കാനും ഈസിയാണ്, കഴിക്കാനും ഈസിയാണ്. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള അവൽ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരൂ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കൈപ്പിടി അളവ് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. അതിൻ്റെ കളറൊന്നും മാറുമ്പോൾ നമുക്ക് കോരി മാറ്റി എടുത്ത് വയ്ക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിൽ തന്നെ നമുക്ക് അവൽ വറുത്തെടുക്കാം. ഞാൻ 2 കപ്പ് അവലെടുത്ത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവൽ നന്നായിട്ട് സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഇനി ഇതൊന്ന് നല്ലോണം മുറുകി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് എടുത്ത് വയ്ക്കാം. ഒന്ന് തണുക്കുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ എടുത്ത് വെച്ചിരുന്ന അവൽ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 3 ഏലക്കായും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അവലും ഏലക്കായും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങയും 1 കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഈ ശർക്കരയും തേങ്ങയും അവൽ പൊടിച്ചതും ചേർത്ത് ഒന്നും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ച് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസിൽ ഉരുട്ടിയെടുക്കാം. ഞാനിതിലേക്ക് പൊടിച്ച ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതേമാതിരത്തെ ശർക്കര തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അവൽ ലഡു റെഡി ആയിട്ടുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നതുകൊണ്ട് അത് കടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.